ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചപ്പോൾ ഇവിടെ വലിയ കോലാഹലമുണ്ടാക്കിയവരാണ്. അവരാണ് ഇപ്പോൾ എമ്പുരാനെ വാഴ്ത്തി പാടുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ ചില വെട്ടിത്തിരുത്തലുകൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നു. പുതിയ പതിപ്പ് തിങ്കളാഴ്ച ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെട്ടിത്തിരുത്തിയതുകൊണ്ട്, കത്രിക വെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? നമ്മളിവിടെ പറയുന്നൊരു കാര്യം, സിനിമ എന്ന് പറയുന്നത് സിനിമയായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ട കാര്യമാണെന്ന് നമ്മൾ ഇത് ഇന്നോ ഇന്നലെ പറയണതല്ല. ഇവിടെ ഏത് സിനിമ വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി വന്നപ്പോഴും നമ്മൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും പറയണമെന്ന് പോലും വരുന്നില്ല. നമ്മൾ അന്ന് പറഞ്ഞത് ഇവിടെ റീറ്ററേറ്റ് ചെയ്യേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിന്റെ ഭാഗമായിട്ട് ഏത് വിഷയവും നമുക്കിവിടെ അഡ്രസ് ചെയ്യാനും അതിന്റെ പേരിൽ സിനിമ എടുക്കാനുള്ള അവകാശം നമുക്കിവിടെ ഉണ്ട്. അത് നമ്മൾ എടുക്കും. സെലക്റ്റീവ് ആവുന്നു, അപ്പോഴാണല്ലോ പ്രശ്നം. അതെ, അവിടെയാണ് നമ്മളും പറഞ്ഞു വരുന്നത്. അപ്പൊ പിന്നെ ഇവിടെ എന്തിനു ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചിലത് മനഃപൂർവ്വം പറയുന്നു, പറയാതിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതിനകത്തുള്ള മറ്റ് ചർച്ചകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അല്ല ആരിഫ് ഹുസൈൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം അതൊരു വിഷയം തന്നെ. പക്ഷേ ചില ചരിത്ര സത്യങ്ങൾ അത് വക്രീകരിക്കുമ്പോൾ, മാത്രമല്ല അത് ഒരു വിഭാഗത്തെ സാരമായി ബാധിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഏതൊരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആവിഷ്കാരമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒളിച്ചുകടത്തലുകൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ എടുക്കാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ അത് ചർച്ചയ്ക്ക് വിടുക, അതിന്റെ പേരിലുണ്ടാവുന്ന ഡിബേറ്റായിട്ട് അതിനെ കാണുക, അതിലെ പോരായ്മകൾ ചർച്ച ചെയ്യുക, കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്നു പറയുക, അതിൽ വിട്ടുപോയത് എന്താണെന്നുള്ളത് തുറന്നു പറയുക. ഇങ്ങനെയാണല്ലോ ഈ സംഗതി മുന്നോട്ട് പോവുക. അതല്ലാതെ ഇതിൽ 100% ശരിയാക്കിക്കൊണ്ടൊരു സാധനം ഇറക്കുക, അങ്ങനെ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് നിർബന്ധം പറയാമെങ്കിലും അതങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ ആകാതെ വരുമ്പോൾ അതിലെന്ത് സംഭവിക്കും? അതിനകത്ത് മറ്റുള്ള ചർച്ചകൾക്കുള്ള വഴി തുറന്നിടുക എന്നുള്ളതാണ്. പക്ഷെ അതിനു പകരം ഇത് സെൻസർ ബോർഡിനെ വിലക്കെടുക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ സിനിമ തന്നെ നിരോധിക്കുന്ന രീതിയിലേക്കോ അങ്ങനെയൊക്കെ ഇപ്പോ വലിയ തോതിൽ ഇതിൽ വെള്ളരിപ്രാവായിട്ട് മാറുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം. അതായത് അതുപോലെ തന്നെ ഇസ്ലാമിക പക്ഷം. ചില മൂവിയൊക്കെ വന്ന സമയത്ത് അത് ഇടതുപക്ഷത്തിന് വലിയ ദോഷം ഉണ്ടാക്കുന്ന സംഗതിയാണെന്ന് കണ്ട് അതിൽ അവർ വലിയ തോതിൽ അതിനെ എതിർക്കുകയും അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്ന സിനിമ തിയേറ്ററുകൾ അത് അവിടുന്ന് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇതിന് മുന്നേ ഉണ്ടായത്, അത് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ പല സംഗതികൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ആ സിനിമ നിരോധിക്കണം എന്ന് പറയുന്നു, നിങ്ങൾ പുസ്തകം നിരോധിക്കണം എന്ന് പറയുന്നു, നാടകം നിരോധിക്കണം എന്ന് പറയുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതല്ല വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. സിനിമ, കഥ, നാടകം എന്തു തന്നെ ആയാലും അതിവിടെ ഉണ്ടാകും. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം എന്താണ്? ഇത് അവർക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നത്. കാരണം എന്താണ്? സപ്പോസ് ഈ സിനിമ ഗോത്ര കലാപത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണ്, ഇത് ഒളിച്ചുകടത്തലാണ്, ഇത് ഈ സിനിമയിലൂടെ മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഗോത്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിലല്ലേ ഇത് ഇവിടെ വരിക. അപ്പൊ ഇതിലെന്താ സംഭവിക്കുക? എന്താണ് ഗോത്ര എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത പോവുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എപ്പോ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോഴും സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിലേക്ക് വഴിവെച്ച ഗോത്ര കലാപത്തെ കുറിച്ചും കൂടി പറയണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കേൾക്കാറുണ്ട്. പക്ഷെ അത് ആരും ചെയ്യാറില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഗുജറാത്ത് കലാപം വെള്ളത്തിലാവും. അപ്പൊ പിന്നെ എന്താ വഴി? ഇതിനെക്കുറിച്ച് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ലക്ഷ്യമായിട്ട് കാണുമ്പോൾ ഇവിടെ 5 പൈസയുടെ ചെലവില്ലാതെ BJPക്ക് ഇന്ന് നാട്ടുകാർ മുഴുവൻ ഈ ഗോത്ര കലാപത്തെ കുറിച്ച് പഠിക്കാനും എന്താണ് ആ സംഭവം, എന്തുകൊണ്ടാണ് സംഘികൾ ഇതിനെ എതിർക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ അവർ അന്വേഷിച്ചിറങ്ങി ഗോത്ര കലാപത്തെ കുറിച്ച്. ഇന്നിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ യൂട്യൂബിലൊക്കെ ഗോത്ര കലാപത്തെ കുറിച്ചുള്ള മൂവീസ് ആയാലും ഇപ്പോൾ സഫാരി ചാനലിലുള്ള വീഡിയോസ് ആയാലും അതൊക്കെ ഇന്നിപ്പോ രണ്ടാമത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള പഴയ വാർത്തകൾ ഇതെല്ലാം ഇന്നിപ്പോ പൊങ്ങി വന്നിരിക്കുകയാണ്. അത് ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത്ര നാളും ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തേ ആർക്കും ഈ ഗോത്ര കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കാതെ പോയത്? ഗോത്ര കലാപത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള മൂവീസ് എന്തുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അപ്പോൾ ഈ സംഗതികളെല്ലാം തന്നെ ഇന്ന് ഈ ഒരൊറ്റ സിനിമയുടെ പേരിൽ, എമ്പുരാന്റെ പേരിൽ പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇത് BJPക്ക് വലിയ തോതിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടത്തി കൊടുത്തിരിക്കുന്നത്. ഇത് ഏറ്റെടുത്ത് ഇതിനെ എതിർപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ, ഇത് അവരുടെ വിജയമായിട്ട് അവർ ആഘോഷിക്കുമ്പോൾ, ഇത് സംഖ്യകൾക്ക് പണി കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ അവരെ അറിയാതെ പോകുന്നത് അവര് വളർത്തുന്നത് BJP തന്നെയാണ്. തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എന്താണ് ഗോത്ര സംഭവം, എന്താണ് ഗോത്ര കലാപം? അതെ, പുതിയ ഗ്യാപ്പ് ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ട് ഗോത്ര സംഭവത്തിന്റെ ഒരു പുനർവായന അത് സാധ്യമായി ഈ ചിത്രത്തിലൂടെ. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്. അതാണ് ഗോത്ര കലാപത്തെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കും. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടുണ്ടായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭീതി വ്യാപാരം അതിനി നടക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് BJPയുടെ വളർച്ച തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് BJPക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു എമ്പുരാൻ സിനിമ ക്രൂവിൽ ഉള്ള ആളുകൾ പൊതുവെ പറയാറ് പൃഥ്വിരാജ് കുറേയും കൂടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് എന്നുണ്ടെങ്കിലും ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഇതിനകത്തുള്ള മറ്റുള്ള ആളുകൾ, ചിലപ്പോൾ മുരളി ഗോപി ആയിരിക്കാം ഈ പണി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ ക്ഷമിക്കുക. കാരണം 2022 കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ കേട്ടോ. ഇവരാരും ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. ഇവരാരും പൊതുസമൂഹത്തിൽ വന്നൊന്നും പറയുന്നില്ലല്ലോ. വിട്ടുപറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാം. പറഞ്ഞ സമയത്ത് അവിടെ ഒരു ട്രെയിൻ ട്രാജഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് സിനിമയായി മാറിയപ്പോൾ അതിൽ ഗോത്ര കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് തിരക്കഥാകൃത്ത് അറിഞ്ഞില്ല എന്ന് തിരക്കഥാകൃത്ത് തുറന്ന് പറയണം, അല്ലേ? അത് സംവിധായകൻ്റെ ഭാവനയിൽ ഉയർന്നതാണോ എന്ന് സംവിധായകൻ പറയണം. ഇപ്പം എല്ലാവരും മൗനീഭാവകളായിട്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഇതൊന്നും ഇവിടെ ഇങ്ങനെ കൂടുതൽ ഇതിനകത്ത് തിരക്കഥാകൃത്ത് ഉത്തരം പറയേണ്ട ബാധ്യത, അല്ലെങ്കിൽ സംവിധായകന് ഉത്തരം പറയേണ്ട ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അത് ഈ സിനിമയിൽ നിന്നല്ല, ഒരു സിനിമയിലും ഇല്ല. അത് ആ കലാരൂപം എന്നുള്ള രീതിയിൽ അത് ഒരു പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു, അത് അവിടെ വന്നു. ഇനി അതിൻ്റെ മുകളിലുള്ള ചർച്ച അത് ഏറ്റെടുക്കേണ്ടത് പൊതുജനാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്യുക, പൊതുജനങ്ങൾ അത് ചർച്ച ചെയ്യുക. അതങ്ങനെ ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് പറയാം, അത് അങ്ങനെ അല്ലായിരിക്കാം എന്ന് പറയാം. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തും പറയാം. എക്സെപ്റ്റ് പടം നിരോധിക്കണമെന്ന് പറയുന്നത് ഒഴിച്ച് എന്തും പറയാമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, കഥയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, മഷി കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്, ഇതുപോലുള്ള ഒരു ന്യായത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഈ തിരക്കഥാകൃത്തായാലും അഭിനയിച്ച നടന്മാരായാലും നടിമാരായാലും അതല്ലെങ്കിൽ അതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകർ, ഒരാൾക്ക് പോലും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഇന്നതായിരുന്നു, ഇതൊന്നും പറയേണ്ട ഒരു ബാധ്യതയില്ല എന്നാണ് ഞാൻ പറയാം. അത് ഈ സിനിമയിൽ നിന്നല്ല, കേരള സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആരിഫ് ഹുസൈൻ, സപ്പോസ് ഇതൊരു ആന്റി മുസ്ലിം കണ്ടന്റ് ആയിരുന്നെങ്കിലോ? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അവസ്ഥ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതായത് അങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് ഞാനല്ലേ ചോദിച്ചത്. ഇത് ഗോത്ര കലാപത്തെ കുറിച്ചുള്ള ഒരു സിനിമ ആയിരുന്നെങ്കിലോ, ഇത് മുസ്ലിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരുന്നെങ്കിലോ, എന്തായിരിക്കും ഇവിടെ അവസ്ഥ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു കണ്ടന്റ് ആയിരുന്നെങ്കിൽ ഈ രീതിയിലാണോ സ്വീകരിക്കുക? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല സ്വീകരിക്കപ്പെടുക. അവിടെ സ്വാഭാവികമായിട്ടും അതിനകത്ത് സിനിമ നിരോധിക്കണമെന്നടക്കം അത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ പാടില്ല, അത് മുസ്ലിങ്ങളെ വലിയ തോതിൽ പ്രശ്നം. അത് തീവ്രവാദികളെ കുറിച്ചൊരു ചിത്രം എടുത്തു, ആ ചിത്രത്തിനെ പോലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ടല്ലേ ഇവിടെ പ്രചരണം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളതിൽ കൂടുതൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ഒരു സിനിമയായിട്ട് കാണാൻ ഇപ്പോൾ അവർ പറയുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് പറയാനുള്ളത് സിനിമയായിട്ട് കാണണമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അത് എപ്പോഴും നിങ്ങൾക്ക് പറയാനുള്ള ആഫിയത്തും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, വെൽ സെറ്റ്.